ഇത് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അമിത വേഗതയിലാണ് വണ്ടികൾ വന്നിട്ടുണ്ടാവുക. ഇവിടെ ഈ ഡിവൈഡറിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും അവിടുന്ന് 3 ട്രാക്കിൽ വണ്ടികൾ കടന്നു വരുമ്പോൾ ഇവിടെ ട്രാക്കായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതിലെ വണ്ടി ചവിട്ടി വണ്ടി പുട്ടം വിട്ട് ഇവിടെ വേറെ ഈ 2 കാറുകളെ തട്ടിയിട്ട് മറിഞ്ഞ സൈഡടിച്ച് എടുക്കുകയായിരുന്നു. എറണാകുളത്തിലെ ട്രെയിൻ വന്നിട്ടാണ് നോക്കി വെച്ചത്. ഇതിൽ പരിക്കും ഒരു കുട്ടിക്ക് കുറച്ച് സീരിയസ് ആണ്, ഒരു സ്ത്രീക്ക്. പിന്നുള്ളവർക്കൊക്കെ നോർമൽ പരിക്കുകളുണ്ട്. അങ്ങനെ അപകടതരണമുള്ള ഒരു പരിക്കുകളില്ല. ഒരു കുട്ടിക്ക് കുറച്ച് കാര്യപ്പെട്ട അപകടം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് ഈ റോഡ് വർക്ക് നടക്കുമ്പോൾ അവിടെ സുരക്ഷിതമായിട്ട് പാലിക്കേണ്ട മര്യാദകൾ ഈ കമ്പനി KNRC കമ്പനി പാലിക്കുന്നില്ല. അതുകൊണ്ട് വരുന്ന അപകടങ്ങളാണ്. ഇവിടെ രാത്രി കാലങ്ങളിൽ ഒരു ദിവസം ഇടവിട്ട് എന്നും ആക്സിഡൻ്റ് ഉണ്ട്. അത് മിക്കവാറും കാറുകൾ വണ്ടികളുമ്പോൾ തട്ടി രാത്രിയിലൊക്കെ നമ്മൾ വന്നിട്ട് വണ്ടികൾ മാറ്റി നിർത്തിയിട്ടാണ് പോകുന്നത്. ഇവിടെ ഏതൊരു ഇതെടുത്ത് നോക്കിയാലും ഇവിടെ വണ്ടികൾ എന്നും ആക്സിഡൻ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ അവിടെ ആക്സിഡൻ്റ് ആവും, അല്ലെങ്കിൽ ഇവിടെ ആക്സിഡൻ്റ് ആവും. ഈ വണ്ടികൾ വന്ന് കുടുങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമാണ്. ഇത് ഈ വർക്ക് തീരുന്നതിൻ്റെ ഉള്ളിൽ ഈ ഡിവൈഡറും കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി ഡ്രൈവർമാർക്ക് ഇതൊരു ഇടുങ്ങിയ സ്ഥലമാണ്, പോകാൻ കഴിയാത്ത സ്ഥലമാണെന്ന് മനസ്സിലാക്കാനുള്ള രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഈ കമ്പനി ഇവിടെ ചെയ്തില്ലെങ്കിൽ ഇനിയും ഇതിലും കൂടുതൽ വലിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകും. എൻ്റെ പേരെന്താ? എൻ്റെ പേര് സക്കീർനാഥ്. നിങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.